എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നാം ഇന്ന് സംസാരിക്കുന്നത് ഒരു നിശബ്ദ അധിനിവേശത്തെ കുറിച്ചാണ്. തോക്കുകളോ ബോംബുകളോ ഇല്ലാതെ നമ്മുടെ നാടിനെ കീഴടക്കുന്ന ഒരു വിദേശി ഭീകരൻ. അതാണ് ആഫ്രിക്കൻ മോൺസ്റ്റർ ഒച്ച്. കാഴ്ചയിൽ പാവമാണെന്ന് കരുതുമെങ്കിലും ഒരു നാടിന്റെ കൃഷിയെയും ആരോഗ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള ജീവി എങ്ങനെയാണ് നമ്മുടെ ഇടവഴികളിലും പറമ്പുകളിലും നിറഞ്ഞത്? ഇതിന്റെ ഭീകരമായ വശങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമുക്കത് നോക്കാം. ആഫ്രിക്കൻ ജെയിന്റ് സ്നേൽ എന്നാണ് ഇതിന്റെ പേര്. ഏകദേശം 8 ഇഞ്ച് വരെ വളരുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കരയച്ചുകളിൽ ഒന്നാണ്. ഇതിന്റെ വലിപ്പത്തേക്കാൾ അതിശയിപ്പിക്കുന്നത് ഇതിന്റെ വായായിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഇതിന്റെ വായിൽ ഏകദേശം 12,000 മുകളിൽ ചെറിയ പല്ലുകളുണ്ട്. ശാസ്ത്രീയമായി ഇതിനെ റാഡുല എന്നാണ് വിളിക്കുന്നത്. ഇത് വച്ചാണ് ചെടികളെയും മരത്തടിയെയും ചിലപ്പോൾ കാൽസ്യം ലഭിക്കാനായി വീടിന്റെ ചുവരുകൾ തന്നെ കരണ്ട് തിന്നാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇവയെ നശിപ്പിക്കാൻ കഴിയാത്തത്? ഇവയുടെ പ്രജനന രീതിയാണ്. കാരണം ആൺപെൺ വ്യത്യാസമില്ല. അതുകൊണ്ട് ഏതൊച്ചിനും മുട്ടയിടാൻ സാധിക്കും. ഒരു ഒച്ച് ഒരു വർഷം ഏകദേശം 12,000 മുതൽ 15,000 വരെ മുട്ടകളാണ് ഇടുന്നത്. ഈ മുട്ടകൾ വിരിഞ്ഞ് ആയിരക്കണക്കിന് ഒച്ചുകളാണ് പുറത്തിറങ്ങുന്നത്. അത് മാസങ്ങൾക്കുള്ളിൽ തന്നെ വളർന്ന് വലുതാവുകയും ചെയ്യും. അധികം സസ്യങ്ങളെ ഇവർ ആഹാരമാക്കുന്നു. എന്നാൽ കൃഷിനാശത്തെക്കാൾ വലിയ ഭീഷണി മനുഷ്യരിൽ പടർത്തുന്ന രോഗങ്ങളാണ്. മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചറ്റിസ് എന്ന രോഗം, റാറ്റ് ലെഗ് വേം എന്ന ഇരകൾ ഇവരുടെ ശരീരത്തിലുണ്ടാവും. ഇവ ഇഴഞ്ഞു പോകുന്ന പാതകളിലെ കൊഴുപ്പ് വഴിയോ ശരീരത്തിൽ തൊടുന്നത് വഴിയോ രോഗാണുക്കൾ നമ്മുടെ ഉള്ളിലെത്താം. അതുകൊണ്ട് കുട്ടികൾ ഇവയെ തൊടാതെ സൂക്ഷിക്കണം. ഉപ്പും ബ്ലീച്ചിങ് പൗഡറും പുകയില കഷായങ്ങൾ ഉപയോഗിച്ച് ഇവയെ നിയന്ത്രിക്കാനാകും. പരിസരവും മറ്റു സ്ഥലവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഫലപ്രദമായ മരുന്ന്. കൂടാതെ പുകയില കഷായം, ഉപ്പുലായനി എന്നിവ ഉപയോഗിച്ച് ഒരു പരിധിവരെ ഇവറ്റകളെ കൊല്ലാം. കൊച്ചിനെ പിടിച്ച് കൊല്ലുന്നത് തന്നെയാണ് ഫലപ്രദമായ രീതി. അതിന് ഒരു നനഞ്ഞ ചാക്ക് തൊടിയിലെ കൃഷിയിടത്തിലിടുക. രാത്രിയാകുമ്പോൾ ഒച്ചുകൾ ഇതിനടിയിൽ വന്നു കൂടും. ഇവയെ ശേഖരിച്ച് ഉപ്പ് തളിക്കുകയോ ഉതറുകയോ ചെയ്യുക. ഉപ്പ് കാരണം ഇവരുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് ചത്തുപോകുന്നു. പുകയില കഷായം ഉണ്ടാക്കുന്ന രീതി ഉടനെ തന്നെ വീഡിയോയായി ഇടുന്നതായിരിക്കും. പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്താൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുന്നവർ, പ്രകൃതി സംരക്ഷണത്തിൽ കൂടെ നിൽക്കുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.